ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആട്ടോ മറ്റുള്ള വീഡിയോസിൽ നിന്ന് ഇന്ന് ഇത്തിരി ഡിഫറെൻ്റ് ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഈ 40s ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആട്ടോ. എൻ്റെ സ്കിൻ കെയർ, എൻ്റെ ഫേസിൽ സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ്. അതിനകത്ത് ഒരു ഐറ്റം, ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഒന്നോ രണ്ടോ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വളരെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം വേണ്ട ഒരു പ്രോഡക്റ്റ് ആട്ടോ. അപ്പം ഞാൻ അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ 30 ആൻഡ് എബവ് ഉള്ള ആരെങ്കിലും ആണ് കാണണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ കെയർ ചെയ്യണമെന്ന് ഞാൻ പറയാം കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ്സൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവണമെന്നാണ് ഞാൻ പറയാം. എൻ്റെ 30s ഇതുപോലെ ആരെങ്കിലും പറയാനോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ്സൊക്കെ ഇങ്ങനെ ഉണ്ട്, ഇന്ന ഇഷ്യൂസിന് ഇന്ന സ്കിൻ കെയർ വേണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായേനെ എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനിപ്പോൾ 42 ഇയേഴ്സാണ്. ഞാൻ എൻ്റെ 40സിൻ്റെ ഒരു 40 ആവുന്നതിന് തൊട്ട് മുന്നേ ആണ് കാര്യങ്ങളൊക്കെ ഒരു പിടി കിട്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് നല്ല റിസൾട്ട് കാണുകയും ചെയ്തു. എന്ന് വെച്ചാൽ എൻ്റെ സ്കിൻ ഭയങ്കര ക്ലിയർ ആണ്, ഭയങ്കര ഗ്ലോയിങ് ആണ്, ഭയങ്കര ഒട്ടും കുഴപ്പമില്ല, അങ്ങനെയല്ല. നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ അത് നമ്മൾ എന്താ പറയുക, യെസ് അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ളു. എന്നാലും കുറേയൊക്കെ ഇഷ്യൂസ് നമ്മുടെ പോയിക്കിട്ടും കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുക, എനിക്ക് കുറേ എക്സ്പീരിയൻസസും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ വേറൊരു വീഡിയോ ഒക്കെ ആക്കാട്ടെ. ഇപ്പം എന്തായാലും നമുക്ക് പ്രോഡക്റ്റ്സ് ഷെയർ ചെയ്യാം. ഇപ്പം എൻ്റെ മോള് നാളൊരു ദിവസം ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ, എൻ്റെ ചെറിയ മോളാണ്, 3 പെൺപിള്ളേരാട്ടോ. ഏറ്റവും ചെറുതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞേ, നിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അമ്മമാരുടെ പോലെ അല്ല, എനിക്ക് എൻ്റെ സ്കിന്നിന് എൻ്റെതായ ഇഷ്യൂസൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് തമാശയ്ക്ക് പറയുമ്പം അവൾ എന്നോട് പറയുന്നതാട്ടോ. ലൈക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, എനിക്കിങ്ങനെ അവരുടെ പോലെ ക്ലിയർ സ്കിന്നല്ല, എനിക്കിങ്ങനെ ആക്നി സ്കാർസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ തമാശയ്ക്ക് പറയും കുണ്ടും കുഴിയൊക്കെ ഉള്ള എൻ്റെ ഫേസ് ആണെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുകയാണേ, ആ കുണ്ടും കുഴിയൊക്കെയാണ് എൻ്റെ മമ്മീനെ വ്യത്യാസമാക്കുന്നത്, മമ്മിക്ക് അതിൻ്റെതായ ഭംഗിയുണ്ടെന്ന്. അത് ശരിയാട്ടോ, നിങ്ങൾക്ക് എല്ലാവരെയും കാണാൻ നല്ല ഭംഗിയാണ്, അതിനെ വെച്ചുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്കൊന്ന് നന്നായി ടേക്ക് കെയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒന്നും വിചാരിക്കേണ്ട, അയ്യോ ഇതെന്തോരോ പ്രോഡക്റ്റ്സാണ്, അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ സാധാരണ മോയ്സ്ചറൈസറും ഫേസ് വാഷും പിന്നെ അതുപോലെ സൺസ്ക്രീൻ, ഇതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള ഒരു സംഭവങ്ങളാണ്. അത് കൂടാതെ 2-3 സംഭവങ്ങൾ കാണുമ്പോൾ കുറേ ഉണ്ടെന്ന് വിചാരിക്കും, കുറേ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ആവശ്യമുള്ളത് എന്താ, ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് ഫേസ് വാഷ് ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ വേറെ ഒരു ഫേസ് വാഷ് ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ഹിമാലയയുടെ ഈ ഒരു ഓയിൽ ക്ലിയർ ഫേസ് വാഷ്. ഞാൻ ആദ്യമേ പറയട്ടെ, എൻ്റെ സ്കിൻ ഓയിലി ആണ്, ആക്നി പ്രോൺ സ്കിന്നാണ്, അതായത് കുരുക്കളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും, പിന്നെ സെൻസിറ്റീവ് സ്കിന്നാണ്. അതുകൊണ്ട് ഫേസ് വാഷ് ഞാൻ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. എത്ര മൈൽഡ് ഫേസ് വാഷാണോ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ചില ഫേസ് വാഷ് ഉണ്ട് സാലിസിലിക് ആസിഡ് കണ്ടൻറ്റ്, നൈസിനമൈഡ് കണ്ടൻറ്റ് ഉള്ളത്, അതൊക്കെ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല, ആഴ്ചയിലൊരിക്കൽ. ഇത് സിമ്പിൾ എന്ന് പറയുന്ന ഫേസ് വാഷ് ആമസോണിൽ നമുക്ക് കിട്ടും, ഓഫർ പ്രൈസിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ, 200 റുപ്പീസിനൊക്കെ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയാണ്, കുറച്ച് മതി നമുക്ക് ഫേസ് വാഷ് ചെയ്യാൻ. അപ്പോൾ ഇത് ഫേസ് വാഷ് ഫസ്റ്റ് രാവിലെയും വൈകിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ കുറേ ബ്രാൻഡ്സിൻ്റെ കിട്ടും കേട്ടോ, പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക വളരെ മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിക്കുക എന്നുള്ളത്. നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നന്നായി ഡ്രൈ ചെയ്യും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളൊരു മോയ്സ്ചറൈസർ. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ് ഞാൻ ശ്രദ്ധിക്കുക. അതിനകത്ത് ഇപ്പം എന്താ പറയുക, പെപ്റ്റൈഡ്സ്, സെറമൈഡ്സ്, ഹൈലറോണിക് ആസിഡ്, ഈ 3 ഉള്ള ഒരു എന്താ പറയുക ഫേസ് മോയ്സ്ചറൈസർ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ. ബിക്കോസ് നമ്മൾ കുറേ സീറംസ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ
ഈ സ്കിന്ന് കുറച്ച് ഡെലിക്കേറ്റ് ആവും. അപ്പോൾ ഈ പെപ്റ്റൈഡ്സും സെറമൈഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ബാരിയർ നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ടോ. സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ഇത് ഡെർമക്കോഡയാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഡോക്ടർ ഷീത്തിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേറെ ബ്രാൻഡ്സിൻ്റെ ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഷീത്തിൻ്റെ ഒക്കെ നല്ലതാട്ടോ, പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി കുറവായിട്ട് തോന്നി. ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. നൈക്കയിലും ആമസോണിലും ഞാൻ എപ്പോഴും അതിൽ നിന്നൊക്കെയാണ് വാങ്ങിക്കാറ്. ഓഫറൊക്കെ കിട്ടുമ്പോൾ വാങ്ങിക്കും. പിന്നെ ഉള്ളൊരു മോയ്സ്ചറൈസറാണ് ഈ പറയുന്നത്. ഇത് കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ്. ഈ മോയ്സ്ചറൈസർ അതായത് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. ഇതിലും പെപ്റ്റൈഡ് ഉണ്ട്, പിന്നെ റെറ്റിനോൾ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ഐറ്റം ആണ് വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ 40s ഉപയോഗിക്കാൻ, അതാണ് റെറ്റിനോൾ. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി റെറ്റിനോൾ ഉള്ളൊരു മോയ്സ്ചറൈസറാണ്. ഇതെനിക്ക് കൊളാബായിട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു മോയ്സ്ചറൈസറാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡെർമക്കോടെ മോയ്സ്ചറൈസർ കഴിയാറായി. അപ്പോൾ അതിന് മുന്നേ തന്നെ ഒരു ഓഫർ കണ്ടു ഫോക്സ് ടെയിലിൻ്റെ വെബ്സൈറ്റിൽ, ബൈ 2 get 4. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ വാങ്ങിച്ചു. ഇത് ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസറാണ്, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, അങ്ങനെ സ്മെല്ലൊന്നുമില്ല. എനിക്ക് ഈ സ്മെല്ല് അധികം പറ്റില്ല, എനിക്ക് തലവേദന വരും. ഇതിനകത്തും ആവശ്യമുള്ള ഒരു സിറം എന്ന് പറയുന്നത് നൈസിനമൈഡ് ഉണ്ട്. പിന്നെ ഇതിനകത്തുള്ളത് ഹൈലറോണിക് ആസിഡ് ഉണ്ട്, അതുപോലെ മെറൈൻ ആൽഗെ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നോർമൽ ടു ഓയിലി സ്കിന്നിന് പറ്റുന്ന ഒരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ് കേട്ടോ. എനിക്ക് ഇതുപോലെ എന്താ പറയുക, കുറേ സീറംസൊക്കെ ഓൾറെഡി ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സും അതുപോലെ സൺസ്ക്രീനും അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മോയ്സ്ചറൈസേഴ്സ്. അപ്പോൾ മോയ്സ്ചറൈസേഴ്സ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ സൺസ്ക്രീൻ നമ്മൾ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യണമെന്ന് നല്ലതെന്ന് പറയും. എസ്പെഷ്യലി നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രോഡക്റ്റ് അത്യാവശ്യമാണ്, ആ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യണവരാണെങ്കിൽ എന്തായാലും സൺസ്ക്രീൻ വേണം. അപ്പോൾ ഇത് അക്വലോജിക്ക ഗ്ലോ ഡൂവി സൺസ്ക്രീൻ ആണ്, പപ്പായ ആൻഡ് വിറ്റാമിൻ സി. ഇതിലും ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, ഹൈലറോണിക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. വിറ്റാമിൻ സി സംഭവമുണ്ട്. ഇത് SPF 50+, PA++++, UVA UVB അങ്ങനെ എല്ലാ സംഭവങ്ങളും പ്രൊട്ടക്ഷനും തരുന്ന അക്വലോജിക്ക ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് തോന്നുന്നത് ഒരു 3ാമത്തെ ബോട്ടിലാണ്. പിന്നെ എൻ്റെ മക്കൾക്കും ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് അവരും ഇത് വാങ്ങിയിട്ടോ. നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ഡബിൾ എന്താ പറയുക, നമ്മുടെ 2 ഫിംഗർ റൂൾ എടുക്കും. പക്ഷെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ 2 ഫിംഗർ ഒന്നും എടുക്കില്ല, ഞാൻ നേരത്തെ കാണിച്ച ആ അളവിൽ, ചെറിയ അളവിൽ എടുക്കുള്ളൂ. പിന്നത്തെ ഉള്ള അക്വലോജിക്കയുടെ ഈ ഒരു പ്രോഡക്റ്റാണ് ഇലുമിനേറ്റ് ഡൂവി സൺസ്ക്രീൻ. ഇതിൽ ആൽഫ അർബുട്ടൈൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് കേട്ടോ. അത് നമ്മുടെ കുരുക്കൾ വന്ന പാടുകൾ, ടാൻ, പിഗ്മെൻറ്റേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഹെൽപ്പ് ചെയ്യും കുറയ്ക്കാനായിട്ട്, ലൈറ്റൻ ചെയ്യാനായിട്ട്. ഇതിലും ഹൈഡ്രേറ്റ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. ഇത് SPF 50+, PA++++, UVA UVB, പിന്നെ ഇതുപോലെ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷനും കൂടി ഉണ്ട്. അതായത് ഇപ്പോൾ മൊബൈലൊക്കെ ആണല്ലോ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, പിന്നെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ ഇത് നല്ലൊരു സംഭവം കേട്ടോ. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് നാൾ മുന്നേ ഞാൻ വാങ്ങിയതാട്ടോ. ഇത് അതുപോലെ തന്നെ ഡെർമാക്കോൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ഡെർമാക്കോൻ്റെ എല്ലാ പ്രോഡക്ട്സും നല്ലതാട്ടോ. ഇതൊരു ടിൻറ്റഡ് സൺസ്ക്രീനാണ്, പക്ഷേ ടിൻറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളത് ഫൗണ്ടേഷൻ എഫക്റ്റ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. ഇതിനകത്ത് 1% ഹൈലറോണിക് ആസിഡ് സീറം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് SPF 60 ആണ് കേട്ടോ. PA+++ സംഭവങ്ങളെല്ലാം എല്ലാ സൺസ്ക്രീൻ ഉള്ളതുപോലെയൊക്കെ തന്നെ ഇതും നല്ലൊരു സൺസ്ക്രീനാണ്. പിന്നത്തെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇത് ഒരു ഡെർമറ്റോളജിസ്റ്റ് തന്നതാട്ടോ. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ് ഇത്. ഈ നേരത്തെ കാണിച്ച ഡെർമക്കോൻ്റെയും ഇതും സിലിക്കോൺ ബേസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഇത്തിരി എന്താ പറയുക, ഇങ്ങനെ പ്ലാസ്റ്റിക് ഫീല് പോലെ വരും. ഇത് ചിലവർക്ക് അങ്ങോട്ട് പിടിച്ചില്ല, ഞാനിതിപ്പോൾ അത്രയും അങ്ങോട്ട് പിടിച്ചില്ല. പക്ഷേ ഇത് ഭയങ്കര നല്ല സംഭവമാണ്. ഇങ്ങനെ സ്വെറ്റിംഗ് ഉള്ളവർക്ക് ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഈ ഒരു സൺസ്ക്രീൻ. ഇത് പക്ഷേ SPF 30 ഒക്കെ ഉള്ളൂ. ഇത് കഴിയണമല്ലോ എന്ന് വിചാരിച്ചത്, വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിത് കൈമൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യും. നല്ല വെയിലൊക്കെ സമയത്താണ് പോകണമെങ്കിലൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യും.
ഓക്കെ. പിന്നത്തെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എല്ലായ്പ്പോഴും ഞാൻ ചെയ്യില്ല. പക്ഷേ മേക്കപ്പ് ഉള്ള ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്പെഷ്യലി ഓയിലി സ്കിന്നിന്. ഇതൊക്കെ എനിക്ക് കൊളാബായിട്ട് കിട്ടിയതാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ചതല്ല. ഗാർണിയറിൻ്റെ മിസലർ ക്ലെൻസിങ് വാട്ടർ ഉണ്ട്. അതായാലും യൂസ് ചെയ്യാം. അത് ഇപ്പോൾ ഭയങ്കര കോമൺ ആണല്ലോ. നമുക്ക് എല്ലാം കടകളിലൊക്കെ കിട്ടും. ഇത് ബയോഡേമയുടെ പക്ഷെ കുറച്ചും കൂടി നല്ലതാണ്. അധികം ഡ്രൈ ഔട്ട് ചെയ്യില്ല നമ്മുടെ സ്കിൻ. പിന്നത്തെ നമുക്ക് ഇതുപോലെ മേക്കപ്പ് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈകുന്നേരം ഒരു നല്ലൊരു ഡബിൾ ക്ലെൻസിങ് ചെയ്യണത് നല്ലതാണ്. അപ്പോൾ ഒന്നെങ്കിൽ മിസലർ വാട്ടർ ഉപയോഗിച്ച് നന്നായി തുടയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ ഈ ഒരു ഓയിൽ. ഇത് കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ അൾട്രാലൈറ്റ് ഓയിൽ ക്ലെൻസർ ആട്ടോ. ഇത് 100% പ്ലാന്റ് ഓയിൽസ് ആണ്. ഭയങ്കര നല്ലതാണ്. നമ്മൾ ഡബിൾ ക്ലെൻസിങ് ചെയ്യണത് എപ്പോഴും നല്ലതെന്ന് പറയും. ഈവൻ ഓയിലി സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും അല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പമ്പ് എടുക്കുക, നന്നായി ഫേസിൽ അപ്ലൈ ചെയ്യുക, നന്നായി മസാജ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കൈ വീണ്ടും നനച്ചിട്ട് വീണ്ടും നന്നായി മസാജ് ചെയ്യുക. എന്നിട്ട് നന്നായി വൃത്തിയാക്കുക. എന്നിട്ട് ഫേസ് വാഷ് ഉപയോഗിക്കുക. അപ്പോൾ ഇത് നല്ലൊരു സംഭവം ഉണ്ടോ. ഈ ഒരു ഓയിലിന് പകരം നമുക്കൊരു DIY ഓയിൽ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇതെനിക്കെല്ലാം കൊളാബായിട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നു. പിന്നെയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ലേ 30s കാണണമെങ്കിൽ അഫ്കോഴ്സ് ഈ ഒരു സംഭവം നമുക്ക് ഉണ്ടാവണം. ഇത് സീറംസ് ആണ് കേട്ടോ. നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. ഈ സംഭവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആക്നി ഇഷ്യൂസ് ആണെങ്കിൽ, അതുപോലെ പാടുകളുടെ ഇഷ്യൂസ് ആണെങ്കിൽ, പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറുത്ത സ്ലൈറ്റായിട്ട് പാടുകളൊക്കെ വരില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൻറ്റി റിങ്കിൾ, നമ്മുടെ ചുളിവുകളൊക്കെ നമുക്ക് വരാൻ സമയം ആണ് ഈ പറയുന്ന സമയങ്ങൾ. അപ്പം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് ഈ പറയുന്ന റെറ്റിനോളാണ് കേട്ടോ. റെറ്റിനോളിൻ്റെ ഏത് ബ്രാൻഡിൻ്റെയും വേണ്ടി വേണമെങ്കിൽ ഉപയോഗിക്കാം. റെറ്റിനോൾ അതിപ്പോൾ മിനിമലിസ്റ്റിൻ്റെ ആണ്. ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഫേസൊക്കെ നന്നായി കഴുകി ഉപ്പൊക്കെ എടുത്തെല്ലാം കഴിയുമ്പോൾ ഇതിന് ഞാൻ എടുത്ത് അപ്ലൈ ചെയ്യും. റെറ്റിനോൾ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അതായത് നമ്മുടെ സ്കിന്നിന് പറ്റുന്ന ഏത് മോയ്സ്ചറൈസറാണോ ആ മോയ്സ്ചറൈസർ നന്നായി അപ്ലൈ ചെയ്യണം. ബിക്കോസ് ഇതൊരു ഓവറോൾ ഫങ്ഷനിങ് സംഭവമാണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. അത് ആക്ടിവേറ്റ് ആവുമ്പോൾ നമ്മുടെ സ്കിൻ ടെൻസ് ടു ഡ്രൈ. എസ്പെഷ്യലി ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ നല്ല സാൻഡ്വിച്ചിങ് മെത്തേഡ് ഉപയോഗിക്കണം. 2 പ്രാവശ്യം ആദ്യം അപ്ലൈ ചെയ്യണമെങ്കിൽ മുന്നേ മോയ്സ്ചറൈസർ, അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് ട്രെറ്റിനോയിൻ. ഇതാണ് ശരിക്കും കുറച്ചും കൂടി എന്താ പറയുക ഭയങ്കര എഫക്റ്റീവ്. അത് ഏറ്റവും ചെറിയൊരു പെർസെൻറ്റേജ് ആണ്, 0.025%. ഇത് നമുക്ക് ഫാർമസിയിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ബാക്കിയെല്ലാം ഞാൻ കാണിക്കുന്നത് നമുക്ക് ആമസോണിലും നൈക്കയിലൊക്കെ കിട്ടും. ഇത് ഭയങ്കര സ്ട്രോങ്ങാണ്. അതുകൊണ്ട് നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു മോയ്സ്ചറൈസർ വേണം. ഡ്രൈ സ്കിൻ, നോർമൽ സ്കിന്നുള്ളവരാണെങ്കിൽ അതിൻ്റെതായ രീതിയുണ്ട്. അതായത് ആദ്യം നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഈ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള എന്താ പറയുക ആപ്ലിക്കേഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ പറയാം, ഞാൻ വേറൊരു വീഡിയോ ആക്കാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ മെയിൻ പ്രോഡക്ട്സ് ഷെയർ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് വേറൊരു ക്രീം ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഈ 2 സംഭവങ്ങൾ റെറ്റിനോൾ, ട്രെറ്റിനോയിൻ നമ്മൾ ഒരെണ്ണം കയ്യിലിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സീറമാണ്. ഇത് AHA, BHA, PHA പീലിംഗ് സൊല്യൂഷൻ. ഏത് ബ്രാൻഡിൻ്റെ ഉപയോഗിക്കാം കേട്ടോ. ഇത് പിൽഗ്രിമിൻ്റെ ആണ്. വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഞാനിത് എന്താ പറയുക ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് ഇത്രയും ഫോക്കസ് ആയില്ല എന്നുള്ളത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ പറയാണ്. അപ്പം നമുക്കിത് ഒരെണ്ണം വാങ്ങിച്ചാൽ ഒരു കൊല്ലം വരെ ഇങ്ങ് നിൽക്കും. ബിക്കോസ് നമുക്കിത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മളൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ സാധാ വെള്ളം കൊണ്ട് കഴുകി കളയുക, എന്നിട്ടൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. അത്രയേ ഉള്ളൂ. ഈ പറയുന്ന റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ട്രെറ്റിനോയിൻ ഉപയോഗിക്കുമ്പോൾ ഒന്നും വേറെ ഒരു സീറമും അപ്ലൈ ചെയ്യാൻ പാടില്ല. ഈ പറയുന്ന പീലിംഗ് സൊല്യൂഷൻ ഒന്നും ആ സമയത്ത് യൂസ് ചെയ്യാൻ പാടില്ല. ട്രെറ്റിനോയിൻ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ദിവസത്തിൽ വേണം ഈ ഒരു
പീലിംഗ് സൊല്യൂഷൻ. ഇത് വളരെ നല്ലതാണ്. നമ്മൾ ബ്ലാക്ക് ഹെഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിൽ കയറി നന്നായി എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ സീറം. ഇതാണ് നമുക്ക് വേണ്ട പ്രോഡക്റ്റ്സ് എന്ന് ഞാൻ പറയാം. ഓക്കെ, ഇനി ഈ കാണിക്കുന്നത് ഇതൊക്കെ റീയൂസ്ഡ് ബോട്ടിലാട്ടോ. ഇതിന് മുന്നൊക്കെ ഞാൻ സീറംസ് ഉപയോഗിച്ചിട്ട് ആ ബോട്ടിലൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി സേവ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഇതിനകത്ത് ഞാൻ എൻ്റെ DIY ഓയിൽ, അതായത് കാസ്റ്റർ ഓയിലാണ് മെയിൻ. ആവണിക്കെണ്ണ എന്നാണ് പറയണേന്ന് തോന്നണം അതിന് മലയാളത്തിൽ. കാസ്റ്റർ ഓയിൽ അതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കാസ്റ്റർ ഓയിൽ. അപ്പോൾ ഈ കാസ്റ്റർ ഓയിലിൽ നമ്മൾ അതായത് ഒരു 3/4 ഈ ബോട്ടിലിൻ്റെ 3/4 കാസ്റ്റർ ഓയിലും ബാക്കി ഫ്രാങ്കിൻസെൻസ് ഓയിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിലില്ല കാണിക്കാനായിട്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഇപ്പം ആൽമണ്ട് ഓയിൽ, കോക്കനട്ട്, എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഹോബ ഓയിൽ, അങ്ങനെയൊക്കെ മിക്സ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അതായാലും ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഇതും കൂടി ഞാൻ ആ കാസ്റ്റർ ഓയിലിൻ്റെ കുപ്പിക്കകത്ത് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ മിക്സ് ചെയ്തു. ഇത് കുറേ നാൾ നിൽക്കുകയും ചെയ്യും. നമുക്ക് ഒരൊറ്റ ഡ്രോപ്പ് മതി. ഞാൻ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഐബ്രോസും അതുപോലെ നമ്മുടെ ഈ കൺപീല ഉണ്ടല്ലോ, ഐലാഷസിൻ്റെ അവിടെയും പിന്നെ എൻ്റെ കണ്ണിൽ ചുറ്റും. ബിക്കോസ് ഡാർക്ക് സർക്കിൾസിനൊക്കെ ഭയങ്കര നല്ലതാണ് കാസ്റ്റർ ഓയിൽ. പിന്നെയൊക്കെ നമ്മുടെ ഐബ്രോസൊക്കെ ഇപ്പം എന്താ പറയുക, കുറച്ചൊക്കെ ഇങ്ങനെ ഗ്യാപ്പൊക്കെ കാണും. അപ്പം ഈ കാസ്റ്റർ ഓയിൽ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത് ഹെയർ ഗ്രോത്തിന്. പിന്നെ അതുപോലെ കണ്ണിന് ചുറ്റുമുള്ള ഡ്രൈനെസ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കാസ്റ്റർ ഓയിൽ. അപ്പം ഇതും കൂടി ഒരു നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കയ്യിൽ വെക്കുന്നത്. ചിലവരൊക്കെ ഈ നോർമൽ സ്കിൻ, ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് മോയ്സ്ചറൈസറിൽ ഒരു ഒറ്റ ഡ്രോപ്പ് ഒഴിച്ചിട്ട് അപ്ലൈ ചെയ്യണത് ഭയങ്കര നല്ലൊരു സംഭവം ഉണ്ടോ നൈറ്റ് ടൈമിൽ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത്. എൻ്റെ 40s ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ്, സ്പെഷ്യലി നമ്മുടെ ഫേസിൻ്റെ സ്കിന്നിനുള്ള കെയർ ചെയ്യുന്ന പ്രോഡക്റ്റ്സ്. എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ബാക്കി എന്താ പറയുക, നമ്മുടെ കൈയും കാലും ഒക്കെ നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യണമല്ലോ, നമ്മുടെ ബോഡിക്കും കൂടി നമ്മൾ ഒന്ന് കെയർ കൊടുക്കുക. അപ്പോൾ ഇത് മമേർത്തിൻ്റെ ഒരു മലായി, ഹണി മലായി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്. അയ്യോ, ഇതിൻ്റെ മണം ഭയങ്കരമാണ്. എനിക്ക് കഴിക്കാൻ തോന്നും. ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇത് കഴിക്കാൻ തോന്നും. അത്രയും നല്ല സ്വീറ്റ് സ്മെല്ലാണ്. പിന്നെ ഇത് കുറച്ച് മതി. ഇതൊരു വലിയ ഡബ്ബയാണ്, കുറേ നാൾ നിൽക്കും ഇതൊരു പ്രാവശ്യം വാങ്ങിച്ചാൽ. അപ്പോൾ കൈക്കും നമ്മുടെ ഡ്രൈനെസ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. സ്പെഷ്യലി നമ്മളൊക്കെ ഇങ്ങനെ എപ്പോഴും പാത്രങ്ങൾ കഴുകാനും ഇങ്ങനെയൊക്കെ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഡ്രൈ ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചില പ്രോഡക്റ്റ്സ്, എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ അടുത്ത് മൂഴിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഫാക്ടറി ഉണ്ട്. അപ്പം അവിടുന്ന് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊക്കോ പ്രോഡക്റ്റിൽ നിന്ന് അവരുടെ സ്വന്തമായിട്ടുള്ള ഫാക്ടറിയിൽ അവർ ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്നു. അപ്പോൾ ബാക്കി ഈ വെണ്ണ കിട്ടുമല്ലോ, ബട്ടർ ഉണ്ടാവും, കൊക്കോയുടെ ബട്ടർ, അത് അവർ ഇതുപോലെ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഫ്രിഡ്ജിനകത്ത് ബട്ടർ വെച്ചാൽ കട്ടയായിട്ടിരിക്കില്ല, അതുപോലെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ വാസലീനൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ എടുത്ത് അപ്ലൈ ചെയ്യുന്ന പോലെയാണ്. ഭയങ്കര നല്ല മോയ്സ്ചറൈസിങ് ആണ്. ഇതും കുറേ നാൾ നിൽക്കും. ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഹാൻഡ് മോയ്സ്ചറൈസറാണ്. മാർക്സ് ആൻഡ് സ്പെൻസേഴ്സിൽ നിന്ന് കിട്ടിയതാണ്. അത് ജസ്റ്റ് നിങ്ങൾക്ക് വെറുതെ ഷെയർ ചെയ്യാമെന്ന് വെച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ യെസ്, ഇതൊക്കെയാണ് എൻ്റെ 40s ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്. ഞാൻ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ റെറ്റിനോൾ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീറം. ഇത് മാത്രം മതി നമ്മുടെ എല്ലാ സ്കിൻ ഇഷ്യൂസും വളരെ നല്ലതായിരിക്കും. പിന്നെ ഇത് ഒറ്റയടിക്കൊന്നും നമുക്ക് റിസൾട്ട് കാണില്ല, നമ്മൾ കൺസിസ്റ്റൻ്റ് ആവണം. അതുപോലെ നമ്മുടെ സ്കിന്നിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ, ഇപ്പം അധികം പ്രോഡക്റ്റ്സ് ഒന്നും അല്ല, ഇതിനൊക്കെ ഓരോ സ്കിൻ ഇഷ്യൂസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ട കുറച്ച് പ്രോഡക്റ്റ്സാണ്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം കാണും. 1 മാസം 2 മാസം 3 മാസമൊക്കെ കഴിയുമ്പോൾ പതുക്കെ വ്യത്യാസങ്ങൾ കാണും. പക്ഷേ ഉള്ള ഇത് നമ്മൾ എന്താ പറയുക, വിഷമിക്കാണ്ട്
അപ്രിഷിയേറ്റ് ചെയ്ത് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഈ സംഭവങ്ങളൊന്നും എൻ്റെ അല്ല കേട്ടോ, എൻ്റെ മോളുടെ ആട്ടോ. ഞാൻ വെറുതെ ഇതിൻ്റെ ഇടയിലൊന്ന് കാണിച്ചെന്നു മാത്രം. അപ്പം എന്താ പറയുക, ചെറിയ ഹെൽപ്പ് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോയിൽ. എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താഴെ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.